കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് നോക്കിയാലോ. ഫ്രോൺസിൻ്റെ ബേസായ സിഗ്മയിൽ വൈറ്റ് കളർ, ഡെൽറ്റ പ്ലസ്സിൽ മാനുവൽ നെക്സ ബ്ലൂ, ഇനി ഡെൽറ്റ പ്ലസ്സിൽ ഓട്ടോമാറ്റിക്കിലാണെങ്കിൽ റെഡ് കളർ. ബലേനോയിൽ സീറ്റയിൽ മാനുവൽ റെഡ് കളർ, ഓട്ടോമാറ്റിക്കിലും റെഡ് കളർ. ഇനി ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള ആൽഫയിലാണെങ്കിൽ ഗ്രേ കളർ മാനുവലാണ്. സ്വിഫ്റ്റിൻ്റെ ബേസ് ആയിട്ടുള്ള LXIയിൽ റെഡ് കളർ, കൂടാതെ ഗ്രേ കളറുണ്ട്. സെക്കൻഡ് ഓപ്ഷൻ VXIയിൽ ബ്ലാക്ക് കളർ, തേർഡ് ഓപ്ഷൻ ആയിട്ടുള്ള VXI ഓപ്ഷനിൽ ബ്ലാക്ക് കളർ. ഇത് രണ്ടും മാനുവലാണ്. VXI മാനുവൽ വൈറ്റ് കളർ ഉണ്ട്, ഓട്ടോമാറ്റിക്കിലാണെങ്കിൽ VXIയിൽ റെഡ് കളർ ഒരെണ്ണമുണ്ട്. ഇനി ഗ്രാൻഡ് വിത്താരയിലെ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ള ഡെൽറ്റയിൽ ഓട്ടോമാറ്റിക്കിൽ ബ്ലാക്ക് കളർ ഉണ്ട്. പിന്നെ സീറ്റ എന്ന് പറയുന്ന വേരിയൻറ്റിലും ബ്ലാക്ക് കളർ ഉണ്ട്. വിക്ടോറീസിൽ ഒത്തിരി വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. വിക്ടോറീസിന് നല്ല ഓഫർ ഉണ്ട് കേട്ടോ. ഡിസയറിൽ ഒത്തിരി സ്റ്റോക്ക് ഉണ്ട്. VXIയിൽ ബ്ലാക്ക് ഒക്കെ അവൈലബിൾ ആണ്. മാരുതിയിലെ ഇലക്ട്രിക് കാർ ആയിട്ടുള്ള ഈ വിത്താരയിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഈക്കോ കാർഗോയിൽ വൈറ്റ് കളർ AC CNGയും 5 സീറ്റർ AC CNGയിൽ ബ്ലൂ കളർ അവൈലബിൾ ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനമായിട്ടുള്ള കേട്ടണിൽ ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. ബ്രസ LXI CNGയിൽ വൈറ്റ് കളർ, VXI മാനുവൽ വൈറ്റ് കളർ, എർട്ടിഗ VXI മാനുവൽ ബ്ലാക്ക്, സിൽവർ, വൈറ്റ് കളർ. ഇനി ടാക്സിയിലാണെങ്കിൽ ടൂർ എസിലും ടൂർ M എർട്ടിഗയിലും അവൈലബിൾ ആണ്. കൂടാതെ എക്സ്പ്രസോയിൽ നമുക്ക് ഒരുപാട് വാഹനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. വാഗണറിലും ഒത്തിരി സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്യും.